ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ 1-ാമത്തെ ദശകം തൊട്ടിട്ട് 4-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇതിനകം അർത്ഥസഹിതം ഓരോ ശ്ലോകങ്ങളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ. ഇന്ന് നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. അപ്പോ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മള് ജീവൻ മുക്തന്മാരായവര്, അവര് ദേഹം ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ അവര് മുക്തി കിട്ടിയവരാണ്. അപ്പൊ അവര് ജീവൻ മുക്തന്മാര്. അവർക്ക് എപ്പ ദേഹം ഉപേക്ഷിക്കണം എന്ന് തോന്നുവോ അപ്പൊ ഉപേക്ഷിക്കാം. അപ്പോ അങ്ങനെ ദേഹം ഉപേക്ഷിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കിയത്. അവർക്ക് ദേഹം ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യോഗാഭ്യാസം കൊണ്ട് വശത്താക്കിയിട്ടുള്ള ആ പ്രാണവായുവിനെ 6 സ്ഥാനങ്ങളിൽ കൂടി, ആ 6 സ്ഥാനങ്ങൾ നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കിയിരുന്നു. മൂലാധാരം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ബ്രഹ്മരന്ധ്രം. ആ 6 സ്ഥാനങ്ങളിൽ കൂടി സുഷുമ്ന നാഡി വഴി പതുക്കെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ശ്ലോകത്തില് നമ്മള് ആ മോക്ഷം കിട്ടുന്നതിനുള്ള 2 മാർഗങ്ങളെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പെട്ടെന്ന് മോക്ഷം കിട്ടണം എന്നുള്ളവർക്ക് ഉള്ളതാണ് സദ്യോന്മുക്തി. അല്ല, പതുക്കെ പതുക്കെ മോക്ഷം കിട്ടിയാൽ മതി, ക്രമേണ മോക്ഷം കിട്ടിയാൽ മതി എന്നുള്ളവർക്കുള്ളതാണ് ക്രമമുക്തി. ആ 2 മുക്തി മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആ ശ്ലോകം ഞാനൊന്ന് ചൊല്ലിയിട്ട് നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. നമുക്ക് ഓരോ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ. അപ്പൊ അതിന്റെ ഓരോ പദം പിരിച്ചു നോക്കാം. ലിംഗദേഹം പ്ലസ് അഭി, സന്ധ്യജൻ പ്ലസ് അധ, ലീയതേ ത്വയി പരേ നിരാഗ്രഹ. നിരാഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരാഗ്രഹവും ഇല്ലാത്തവര്. ഈ ഭൂമിയിലെ മുകളിൽ കുറെ മറ്റ് ലോകങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കാണണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലാത്തവര്, അതാണ് നിരാഗ്രഹ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് അധ അനന്തരം പിന്നീട് ലിംഗദേഹമപി. ലിംഗദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂക്ഷ്മ ശരീരത്തെയാണ് ലിംഗദേഹം എന്ന് പറയുന്നത്. ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാഹ്യമായിട്ടുള്ള ഈ ശരീരം, നമ്മൾ ഈ കാണുന്ന ബാഹ്യമായിട്ടുള്ള ഈ ശരീരമാണ് സ്ഥൂല ശരീരം. അത് ഏത് മുക്തന്മാർക്കും അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ സദ്യോന്മുക്തി ഉള്ളവർക്ക്, പെട്ടെന്ന് മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥൂല ശരീരത്തോടൊപ്പം സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിക്കും. അതാ പറയുന്നത് ലിംഗദേഹമഭിസന്ധ്യജന്നതോ. ആ സൂക്ഷ്മ ശരീരത്തെ കൂടി ഇവിടെ ഉപേക്ഷിക്കുന്നു. ആ സ്ഥൂല ശരീരത്തും എന്തായാലും ഉപേക്ഷിക്കുന്ന എല്ലാ മുക്തന്മാർക്കും ഇവിടെ സ്ഥൂല ശരീരത്തോടൊപ്പം ആ സൂക്ഷ്മ ശരീരത്തെയും കൂടി ഇവിടെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ലീയതേ ത്വയി പരേ നിരാഗ്രഹ. ലീയതേ എന്താണ്? ലയിക്കുന്നു. ത്വയി പരേ, പരേ ത്വയി, ആ പരമാനന്ദ രൂപത്തില്, ആ പരബ്രഹ്മ സ്വരൂപത്തില് ലയിക്കുന്നു.
അങ്ങയില് ലയിക്കുന്നു, ഭഗവാനില് ലയിക്കുന്നു എന്ന് പറയാണ്. അപ്പോ ഒരാഗ്രഹവും ഇല്ലാത്തവര് എന്ത് ചെയ്യുന്നു? ആ അനന്തരം ആ സൂക്ഷ്മ ശരീരത്തെ കൂടി ആ പരബ്രഹ്മസ്വരൂപമാകുന്ന അങ്ങയിൽ ലയിക്കുന്നു. അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ആ പഞ്ചപ്രാണങ്ങള്, മനസ്സ്, ബുദ്ധി, 5 ജ്ഞാനേന്ദ്രിയം, പിന്നെ 5 കർമ്മേന്ദ്രിയം. അതാണ് ആ സൂക്ഷ്മ ശരീരം, ലിംഗദേഹം. ആ പിന്നെ സൂക്ഷ്മ ശരീരത്തോടുകൂടി, ആ സ്ഥൂല ശരീരത്തോടുകൂടി ആ സൂക്ഷ്മ ശരീരം കൂടി എന്ത് ചെയ്യുന്നു? ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ജീവാത്മാവില് പരമാത്മാവില് ലയിക്കുന്നു. പെട്ടെന്ന് തന്നെ മോക്ഷം. അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. അവർക്ക് മുക്തി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം അതാണ് അവർക്കുള്ളതാണ് സദ്യോന്മുക്തി. ഒരാഗ്രഹവും ഇല്ല. അപ്പോ ഇനി അടുത്തത് ക്രമമുക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്രമമുക്തിയില് എന്താണ്? അവർക്ക് ക്രമേണ മുക്തി കിട്ടിയാൽ മതി. അവർക്ക് പിന്നെ എന്താ പറയാ, ആ സ്ഥൂല ശരീരം മാത്രമാണ് ഇവിടെ ഉപേക്ഷിക്കുള്ളൂ. സൂക്ഷ്മ ശരീരത്തെ കൂടെ കൊണ്ടുപോകും. അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, അടുത്ത ലൈനിൽ പറയുന്നത്. ഊർധ്വലോക കുതുകീതു മൂർധത സാർദ്ധമേവ കരണേർഗിരീയതേ. ഊർധ്വലോകം. ഊർധ്വലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെ ലോകം, ബ്രഹ്മലോകം, സത്യലോകം, സ്വർഗലോകം, അങ്ങനെ കുറെ ലോകങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ലോകങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഊർധ്വലോക കുതുകീതു മൂർധത, ആ മുകളിലെ ലോകങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവര് എന്ത് ചെയ്യുന്നു? മൂർധാവിൽ നിന്നും ആ ബ്രഹ്മരന്ധ്രം വഴി കരണൈർ സാർദ്ധം എന്ന് പറഞ്ഞ ആ സൂക്ഷ്മ ശരീരത്തിനെ നിരീയതേ, ആ സൂക്ഷ്മ ശരീരത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ആ ബ്രഹ്മരന്ധ്രം വഴി, മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് പോകുന്നു എന്ന് പറയാണ്. അവര് സദ്യോന്മുക്തിയില് ഉള്ളവര്, സദ്യോന്മുക്തി നേടുന്നവർ എന്താ ചെയ്യുന്നത്? അങ്ങനെ മോക്ഷം കിട്ടുന്നവർക്ക് അവര് ഈ സ്ഥൂല ശരീരത്തോടൊപ്പം ആ സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ആ ജീവാത്മാവ് മാത്രം പരമാത്മാവില് പോയിട്ട് ലഭിക്കുന്നു. അവർക്ക് പെട്ടെന്ന് മുക്തി കിട്ടണം. അവർക്ക് ഒരു ആഗ്രഹവും ഇല്ല. അവർക്ക് ഭൂമിയിലുള്ള മറ്റു ലോകങ്ങൾ കാണണമെന്നോ അവിടുത്തെ സുഖാനുഭവങ്ങൾ ചെയ്യണമെന്നോ ഒന്നും ഒരു ആഗ്രഹവും ഇല്ല. അങ്ങനത്തെ യോഗികള്, പെട്ടെന്നുള്ള മുക്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവര്, സത്യോന്മുക്തിയുള്ളവര്, അവർ ആ സ്ഥൂല ശരീരത്തോടൊപ്പം ആ സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിക്കുന്നു. പക്ഷെ ക്രമമുക്തിയുള്ളവര് എന്ത് ചെയ്യുന്നു? അവർക്ക് മുകളിലെ ലോകങ്ങളൊക്കെ പോയി കാണണമെന്നും അവിടെ സുഖങ്ങൾ അനുഭവിക്കണമെന്നും എല്ലാം ഉള്ളത് കാരണം അവര് സ്ഥൂല ശരീരം മാത്രം ഇവിടെ ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരത്തോടൊപ്പം ആ മൂർധാവിലെ ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇതില് ഈ സൂക്ഷ്മ സദ്യോന്മുക്തി നേടുന്നവര് അവരുടെ സ്ഥൂല ശരീരത്തോടൊപ്പം സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ആ സൂക്ഷ്മ ശരീരം പിന്നെ എന്താണ് ചെയ്യുന്നത്? ഈ പഞ്ചഭൂതങ്ങളില് ലയിക്കുന്നു. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാട്ടോ. ലിംഗദേഹമപി സന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകീതു മൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ കിട്ടുകയുള്ളൂ. നിങ്ങൾ കമന്റും ലൈക്കും ചെയ്യുമ്പോഴാണ് എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മനസ്സിലാവുക. അതുകൊണ്ട് ലൈക്കൊക്കെ ചെയ്യുക. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.